മാഷ എവിടെ നോക്കിയ സവാരി? ക്ഷമിക്കണം, മദാമ്മയുടെ സൂപ്പർ സോണിക് ഇതിലേ വരുമെന്ന് വിചാരിച്ചില്ല. ബുക്കെടുക്ക്. ഇത് സൈക്കിളാണേ. സൈക്കിളിന് ബുക്കില്ലേ? ലൈറ്റ് ഉണ്ടോ? ഉണ്ട്. വഴിയിലെങ്ങാനും വീണു പോയോ എന്തോ? വെല്ലുമില്ല, ബ്രേക്കും ഇല്ല. ബ്രേക്ക് ഉണ്ടോന്ന് നോക്കിയതാണേ. എന്താ ക്ലാസ്സിൽ വരാത്തത്? വാർഷികത്തിന് പലരെയും ക്ഷണിക്കാനുണ്ടായിരുന്നു. വാർഷികം കൊണ്ട് നടന്നാലേ എക്സാം എടുത്തു. അപ്പോ നാളെ വരും. എന്താ വൈകിയത്? പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ഒക്കെ കൊള്ളാം, പക്ഷെ വീട്ടിൽ വരാൻ മാത്രം വൈകരുത്. അവൾ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ചോദിച്ചത് അവളോടാണ്. അകത്തേക്ക് പോ. നാത്തൂന്റെ വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു. എത്ര നാളായി ആഗ്രഹിക്കുന്നു രാജനെ നാത്തൂനെ ഒന്ന് കാണണമെന്ന്. അവനിപ്പോ പൊക്കൊക്കെ വെച്ച് വലിയ ആളായി കാണും. പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണമാവോ? നീ ആളങ്ങ് വല്ലാതെ വീർത്തല്ലോടി സരസമ്മേ. ഓ വീർത്ത്. ഈ സാറിന് എപ്പോഴും ഒരു കളിതമാശ. അതിരിക്കട്ടെ, നീ ഇപ്പൊ എങ്ങോട്ടാ? ചന്തയിലേക്ക് കുറച്ച് അല്ലറ സാധനം വാങ്ങണം. ഈയിടെയായിട്ട് പുതിയ കോള് വല്ലതും ഉണ്ടോടി? ഓ എന്തോന്ന് കോള്? അതാരോ വരുന്നു, ഞാൻ പോണു. ഓ പിന്നെ ഒരു ശീലാവതി. ഒരു ദിവസം അടിച്ച് പൂസായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വാടാ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. അളിയോ, ഇന്നത്തേക്ക് എന്നെ വിട്, എനിക്ക് അല്പം അർജന്റ് പണിയുണ്ട്. ഓ നിന്റെ ഒരു അർജന്റ് പണി. വാടാ. ശരി. ഒരു മിനിറ്റ്. അന്നോട് ചേട്ടാ, ഞാൻ വരാൻ വൈകും. നാളെ കൊടുക്കേണ്ട വണ്ടിയുടെ കാര്യം മറക്കരുത്. വാ. പോക്ക് കണ്ടില്ല, ഇന്ന് രണ്ടും കൂടി അടിച്ച് ഫിറ്റായത്. ഇന്ന് എന്ത് പറ്റിയളിയാ ഒരു വിമാന പോലെ? ഓ അല്ല മുതലാളി, ഇത് വയറ്റുകരം വെച്ചോ ആണോ? ഇവിടെ വൈപ്പിനും ചുനക്കറിയൊന്നുമില്ല. വേണമെങ്കിൽ മൊത്തിട്ട് പോയാൽ മതി. ഏതായാലും എന്താ, കണ്ണുപോയാൽ 5, ജീവൻ പോയാൽ 10. വിഷമായാലും അമൃതായാലും കൊള്ളാം. ഒഴികെ ഭഗവാൻ പോലും ഒരു തുള്ളി സേവിച്ചിട്ട് ആ സൃഷ്ടി നടത്തിയത്. ആ കണ്ടീഷനിലായിരിക്കും മൂപ്പർ എന്നെയും നിന്നെയും പഠിച്ചത്.
ഇത് ഉപ്പാ. ഇത് ഒറിജിനൽ ആണോടെ? തുടക്കാൻ കണ്ട സ്ഥലം. കാശുവാ ഇങ്ങ വേടാ കൊണ്ടുപോടാ. ഇവിടെ വാടാ. വെക്കണ ഇവിടെ. നിന്റെ അമ്മയുടെ നായര ഇവിടെ വെക്കടാ. കുടിക്കണോ? ശരീരം നന്നാവട്ടെ. എന്തോ ഇതുകൂടെ അങ്ങ് ചെല്ലും ചെല്ലും. ആ എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? അമ്മയുടെ നാല് സമ്പാദിച്ച കാശുണ്ടെങ്കിൽ പോക്കറ്റ് കിടക്കണം. ശിക്ക്. ശാരദേ, ശാരദേ, ശാരദേ. ചേട്ടൻ എന്നും കുടിച്ചു. ഞാനിവിടെ തനിച്ചാണെന്ന കാര്യം പോലും മറക്കുന്നു. അയാളാണ് ചേട്ടനെ ചീത്തയാക്കുന്നത്. ആര്? ചേട്ടനതറിയില്ലേ? മദ്യം എന്റെയും അവന്റെയും ദൗർബല്യമാണ്. അതുകൊണ്ട് മാത്രം ഒരുത്തൻ ചീത്തയാവണമെന്നില്ല. എനിക്കറിയാവുന്നതിലേറെ അവന് മറ്റാർക്കും അറിഞ്ഞുകൂടാ. ശാരദേ, നീ ചോറുണ്ട? ചേട്ടന് ഊണ് മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. അല്ല, വഴി തെറ്റാതെ തന്നെയാണ് വന്നത്.
ഞാൻ വിചാരിച്ചു ഈ വഴിയൊക്കെ മറന്നു കാണുന്നു. അങ്ങനെ അങ്ങ് മറക്കാൻ ഒക്കുമോ സരസമ്മേ? നീ ഇങ്ങോട്ട് വാ. ഈ സാറിന്റെ ഒരു വെപ്രാളം. ആ, ഇനി ഒരു കല്യാണമൊക്കെ കഴിച്ചുകൂടായി. നീ ഉള്ളപ്പോ എനിക്ക് എന്തിനാ സരസമ്മേ കല്യാണം? സരസമ്മ അത് അണക്കണ്ട. ഇങ്ങനെയുണ്ട് ഒരു പുതിയ. ആശാമലരുകൾ വിരിഞ്ഞാലും നൊമ്പരം, കൊഴിഞ്ഞാലും നൊമ്പരം. നൊമ്പരമില്ലാതെ ജനനമുണ്ടോ? നൊമ്പരമില്ലാതെ മരണമുണ്ടോ? ആശാമലരുകൾ വിരിഞ്ഞാലും നൊമ്പരം, കൊഴിഞ്ഞാലും നൊമ്പരം. നൊമ്പരമില്ലാതെ ജനനമുണ്ടോ? നൊമ്പരമില്ലാതെ മരണമുണ്ടോ? ആശാമലരുകൾ വിരിഞ്ഞാലും നൊമ്പരം, കൊഴിഞ്ഞാലും നൊമ്പരം. അനുഭൂതികൾക്കു ഞാൻ നിറം കൊടുത്തു, സ്വരം കൊടുത്തു. അനുഭൂതികൾക്കു ഞാൻ നിറം കൊടുത്തു, സ്വരം കൊടുത്തു. കൽഹാര പുഷ്പം കണ്ട് മടങ്ങാൻ ചിറക് കൊടുത്തു. ഒരു ലില്ലിപ്പൂവിൻ മനസ്സിൽ ഞാൻ താമസിച്ചു. പൂവമ്പനറിയാതെ പൂക്കാലമറിയാതെ താമസിച്ചു, ഞാൻ താമസിച്ചു. ആശാമലരുകൾ വിരിഞ്ഞാലും നൊമ്പരം, കൊഴിഞ്ഞാലും നൊമ്പരം. പിടി പിടി. ഹേമന്തരാത്രിയിൽ തൂമന്ദഹാസത്താൽ സ്വീകരിച്ചു. ഹേമന്തരാത്രിയിൽ തൂമന്ദഹാസത്താൽ സ്വീകരിച്ചു. പൂമഞ്ചമൊരുക്കിയവൾ സ്വീകരിച്ചു, എന്നെ സ്വീകരിച്ചു. ഒരു തുള്ളിത്തേനിൻ മധുരം ആ പൂച്ചൊരിഞ്ഞു. പൂന്തെന്നലറിയാതെ പൂത്തുമ്പിയറിയാതെ തേൻ ചൊരിഞ്ഞു, പൂവിൻ കണ്ണടഞ്ഞു. ആശാമലരുകൾ വിരിഞ്ഞാലും നൊമ്പരം, കൊഴിഞ്ഞാലും നൊമ്പരം. നൊമ്പരമില്ലാതെ ജനനമുണ്ടോ?
നൊമ്പരമില്ലാതെ മരണമുണ്ടോ? ആശാമലരുകൾ വിരിഞ്ഞാലും നൊമ്പരം, കൊഴിഞ്ഞാലും നൊമ്പരം. പൂവമ്പനും അറിഞ്ഞില്ല. മതി മതി, അധികം ചിരിച്ചാൽ മുത്തുകൾ പൊഴിയും. വണ്ടർഫുൾ സ്റ്റോറി ബാബു. ആ പാളപ്പതി അമ്മാവനെ മറക്കാനേ കഴിയുന്നില്ല. ഓർക്കുന്നവരും ചിരി വരുന്നു. എന്നാലേ നമുക്ക് ആ കഥയുടെ റിഹേഴ്സൽ ഒന്ന് നടത്തിക്കളെ. എന്താ? ഓ, ഐ എം റെഡി. എന്നാ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മുടെ സാഹിത്യകാരനും പുത്തൻ പെണ്ണുമായി ഹണിമൂണിനിടയിൽ എറണാകുളത്തെത്തി ഒരു പഴഞ്ചൻ ലോഡ്ജിൽ റൂം എടുത്ത് തങ്ങി. അവർ ഹോട്ടലിലെത്തിയത് രാവിലെയായിരുന്നു. തലേന്ന് രാത്രി ആ മുറി താമസിച്ചിരുന്നത് ഒരു നാട്ടിൻപുറത്തുകാരനായ വയസ്സൻ അമ്മാവനായിരുന്നു. പിറ്റേന്ന് പോകുന്ന തിരക്കിനിടയിൽ തന്റെ പാളപ്പൊതി എടുക്കാൻ അമ്മാവൻ മറന്നുപോയി. ഓർമ്മ വന്ന അയാൾ നേരെ ഹോട്ടലിലേക്ക് ഓടി. ഓടിപ്പിടച്ച് അമ്മാവൻ മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. അകത്ത് കുശുകുശുപ്പ്, വളകിലുക്കം, അമർത്തിയ ചിരി. നമ്മുടെ അമ്മാവൻ ആള് മോശക്കാരനല്ലായിരുന്നു. അകത്തെന്താണെന്ന് അറിയാൻ പുള്ളിക്കാരനൊരു കൊതി. പുള്ളിക്കാരൻ കാത് ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചു. ഈ പരന്മീൻ തുടിക്കുന്ന കണ്ണുകൾ എനിക്കുള്ളതല്ലേ? ഈ മനോഹരമായ തേൽവാലം മീശ എനിക്കുള്ളതല്ലേ? ഈ ചെന്തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ എനിക്കുള്ളതല്ലേ? ഈ അഴകാർന്ന തലമുടി എനിക്കുള്ളതല്ലേ? പരങ്കുല പോലെ നീണ്ടു വളർന്നു കിടക്കുന്ന ഈ കാർകൂന്തൽ എനിക്കുള്ളതല്ലേ? ഈ കരുത്തുള്ള കരവല്ലികൾ എനിക്കുള്ളതല്ലേ? ഈ രോമാവൃതമായ വിരിമാറ് എനിക്കുള്ളതല്ലേ? എടേ കൊച്ചേ, പറഞ്ഞു പറഞ്ഞ് താഴോട്ടിറങ്ങല്ലേ. ആ തലയാണക്കടിരിക്കുന്ന പാളപ്പൊടി എനിക്കുള്ളതാണ്. ശാരദേ, വാതിൽ പോലും അടയ്ക്കാതെ കിടന്നുറങ്ങുന്നു പാവം. ചേട്ടനകത്തുണ്ട്. ശാരദേ, ശാരദേ, ആ ഇന്ന് എന്റെ കോളേജിലെ പരിപാടി കഴിയുമ്പോ ചേട്ടൻ വന്ന് കൂട്ടിക്കൊള്ളാം. ശാരദയ്ക്ക് ഇന്ന് നാടകമോ ഡാൻസോ ഒക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. നാടകമുണ്ട്. നായികയായിരിക്കും. എടാ, ഇവളോട് നിന്റെ വാചകം നടക്കാൻ നോക്കണ്ട. നീ വാ, നമുക്ക് പോവാം. ശരി മക്കളെ, ശരി പോട്ടെ. നാളെ കോളേജ് അടയ്ക്കും. ശരിയാണ്, വർഷങ്ങൾ പോയതറിഞ്ഞില്ല. എല്ലാം ഇന്നലത്തെ പോലെ തോന്നുന്നു. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. സ്വതന്ത്രമായി കാണാനും ഹൃദയം തുറന്ന് സംസാരിക്കാനും പഴയതുപോലെ നമുക്കിനി കഴിയുമോ ബാബു? അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. റിസൾട്ട് അറിയാൻ വേണ്ടിയാണ് അച്ഛൻ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാലുടൻ എന്റെ വിവാഹം ഉറപ്പിക്കണമെന്ന് അച്ഛൻ
അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. ബാബു എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാണ്? ഒന്നും പറയാൻ തോന്നുന്നില്ല. ഇപ്പൊ തോന്നുന്നു അർഹിക്കാത്തത് ആഗ്രഹിക്കരുതായിരുന്നു എന്ന് പറഞ്ഞാൽ? എന്നെ പറ്റിയെങ്കിലും ഞാൻ ഓർക്കണമായിരുന്നു. നിന്റെ വീട്ടിൽ കേവലം ഒരു കാര്യസ്ഥനായിരുന്നു എന്റെ അച്ഛൻ. നിന്റെ അച്ഛന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് കോളേജ് വിദ്യാഭ്യാസം തന്നെ നടത്താൻ കഴിഞ്ഞത്. അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാതെ ബാബു. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നു, ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുകയും ചെയ്തു. ആ നാം ഒരുമിച്ച് തന്നെ ജീവിക്കുകയും ചെയ്യും. അത് തന്നെയാണ് എന്റെയും മോഹം. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നാം തമ്മിൽ അത്രയ്ക്ക് അന്തരമുണ്ട്. വലിയ ബംഗ്ലാവും കാറും എസ്റ്റേറ്റും ഒക്കെയാണോ ബാബു ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് ഒരാളെ സമൂഹത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. നമുക്കൊരിക്കലും നിഷേധിക്കാനാവില്ല. ബാബുവിനേക്കാളും വലുതല്ല എനിക്കിതൊന്നും. ഇത്രയും സിമ്പിളായി ഗീത കാര്യങ്ങൾ കാണരുത്. ഞാൻ ഈ ആത്മാവിൽ പടരാൻ കൊതിച്ചു. എനിക്ക് അതിൽ തന്നെ പടരണം. ഗീതേ, എന്താ കുഞ്ഞ ഇതൊക്കെ? കോളേജ് വിട്ടാൽ നേരെ വീട്ടിലേക്കല്ലേ വരിക? കാണാതായപ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടതാ. വാ, വന്ന് വണ്ടി കയറി. എന്തിനാ വണ്ടി നിർത്തിയത്? കുഞ്ഞിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമില്ലെന്നറിയാം. എങ്കിലും പറയാതിരിക്കാൻ വയ്യ കുഞ്ഞ്. കുഞ്ഞിന് ആ ബാബുമായുള്ള ബന്ധം നല്ലതല്ല. എന്താ കാര്യം? എന്താ കാര്യമെന്ന് ചോദിച്ചാൽ വാസു മുട്ടിപ്പോകത്തേ ഉള്ളൂ. കുഞ്ഞിന്റെ അന്തസ്സിന് അത് പറ്റിയതല്ല. അക്കാര്യം ഞാൻ ആലോചിച്ചോളാം. വാസുമാവൻ ഡ്രൈവറുടെ ജോലി ചെയ്താൽ മതി. നിന്റെ കളി അത്ര നല്ലതിനല്ല. ഏത് കളി? ഓ, പച്ചവെള്ളം ചവച്ചെറുക്കുന്ന ഒരു പാവത്താൻ. ഗീതക്കുഞ്ഞുമായുള്ള നിന്റെ ഈ പോക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിലേ നിന്റെ ശവം വല്ല കൊക്കയിലും കിടക്കും മോനെ. അത്രേ ഉള്ളൂ. നീ മേനോനദ്ദേഹത്തെ ശരിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു മുഖമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റേ മുഖം പേടിപ്പിക്കാതെ ആശാനെ. ആ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. വീട്ടതാ വരട്ടെ. പോവാൻ എവിടെ പോവാൻ? ഓരോ ഭാഗത്തിന് ഗീതേ, എടി ഗീതേ. ഞാൻ ചിലതൊക്കെ അറിഞ്ഞു. ഐ കുഡ് നോട്ട് ബിലീവ് ഇറ്റ്. എടീ, അവനെന്റെ കാര്യസ്ഥന്റെ മകനാണ്. നിന്റെ എന്റെ ജോലിക്കാരന്റെ മകൻ. അവനെ മാത്രം നീ കണ്ടുള്ളൂ. മേലിൽ നിനക്ക് അവനുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെന്ന് അറിഞ്ഞാൽ നിന്റെ അച്ഛന് 2 മുഖങ്ങളുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ തറപ്പിച്ച് പറയുന്നു,
ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. ആ, നീ ഇത്ര വേഗം എത്തിയോ? ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചോ? ചേട്ടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. കള്ളം. കള്ളല്ല ഏട്ടാ, ചേട്ടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചേ. ആട്ടെ, നീ എന്താ പ്രാർത്ഥിച്ചത്? ചേട്ടന്റെ കുടിക്കുന്ന ശീലമൊക്കെ മാറി നല്ലവനായി തീരണമെന്ന്. മദ്യം എന്നെ തോൽപ്പിച്ചിരിക്കുന്ന ശാരദ. രക്ഷപ്പെടാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ചേട്ടന്റെ ഈ ശീലം ഈശ്വരൻ തീർച്ചയായും മാറ്റിത്തരും. എനിക്ക് വിശ്വാസമുണ്ട് ചേട്ടാ. ആ ചേട്ടാ, ഇന്നത്തെ ദിവസം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? എന്റെ പൊന്നരിജത്തിയുടെ പിറന്നാൾ ദിവസമല്ലേ? നേരത്തെ വരണേ, ഞാൻ പായസം വെച്ച് കാത്തിരിക്കും. ചേട്ടൻ വരാതെ ഞാൻ തൊടത്തില്ല. സമ്മതിച്ചു. ഞാൻ വരട്ടെ. ആ ശാരദേ, നിനക്ക് കോളേജിൽ അടയ്ക്കാനുള്ള ഫീസ് ഷെൽഫിലുണ്ട്, എടുത്തോളൂ. ആ? ഹലോ സാറേ, തീപ്പെട്ടി തന്നെ. സോറി, ഞാൻ പുക വലിക്കാറില്ലേ. അയ്യോ കഷ്ടം. ആ ഏതായാലും ഒന്ന് അടിച്ചു നോക്ക്. എനിക്ക് വേണ്ട. വലിയടാ. മേനോൻ സാർ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരണോടാ. ബാബു, എല്ലാം ഞാൻ അറിഞ്ഞു. ഒന്ന് വന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. തൃപ്തിയായല്ലോ. ബാബു, തെറ്റുകാരൻ ഞാനാണ്. ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. അവർക്ക് എന്നെ കൊല്ലാൻ കഴിയില്ലെന്ന് മാത്രം. സ്നേഹം ഒരു ശിക്ഷയാണോ? അതെ, എന്നെ പോലുള്ളവർക്ക്. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. എല്ലാം ശരിയായി തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. എന്തും ഞാൻ സഹിക്കും. എന്റെ ബാബു എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് വന്നാൽ ഈ നിമിഷം വേണമെങ്കിൽ ബാബുവിന്റെ കൂടെ എവിടെയും വരാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഗീത ദുഃഖിക്കരുത്. ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. എന്റെ ഒരു അടുത്ത സുഹൃത്ത് മദ്രാസിലുണ്ട്.
അവനെ ചെന്ന് കണ്ടാൽ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാതിരിക്കില്ല. പോകാൻ തന്നെ തീരുമാനിച്ചു. മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല. ഞാൻ മടങ്ങി വരും ഗീതി. ഞാൻ കാത്തിരിക്കും. ഞാൻ വരും ഗീതി, വരും. ഗീതയോ? ഉറക്കം വന്നില്ല. ബാബു നാളെ പോവാണല്ലോ, ഒന്ന് കാണാമെന്ന് കരുതി. ആകെ നനഞ്ഞല്ലോ. ഓ സാരമില്ല. la 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 la
എക്സ്ക്യൂസ് മീ, ജോണി ഇവിടെയല്ലേ താമസം? എന്ത് ജോണി? அந்த பிலிம் ஸ்டார் ஜானியா அந்த ஃபைல் அவரும் இங்க இருக்காரு. நீங்க எங்க இருந்து வரீங்க? ഞാൻ നാട്ടിൽ നിന്ന് വരിക. ജോണിയുടെ സുഹൃത്താ. அப்படியா? அவர் அந்த ரூம்ல இருக்காரு. Yes. ബാപ്പു, യു നല്ല പാർട്ടിയാണ്. ഇത് എന്തൊരു വരവാ? നിനക്കൊന്ന് ഇൻഫോം ചെയ്തുകൂടായിരുന്നോ? ഒരു സർപ്രൈസ് വിസിറ്റ് നടത്താമെന്ന് കരുതി. അല്ല, എല്ലാം കെട്ടിപ്പറക്കാണല്ലേ വരവ്. എന്താണാവോ എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം? എല്ലാം ഞാൻ പറയാം. വേണ്ട വേണ്ട, കഥ കേൾക്കാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. നോ ഹോട്ട് ഷീറ്റ്, ഭയങ്കര ബിസിയാ. ആ കാറൊന്ന് വേഗം പോണം, ഷൂട്ടിംഗ് ഉണ്ട്. നാസി സാറുമായിട്ട് ഇന്നത്തെ ഫൈറ്റ്. ആ നീ ഒരു കാര്യം ചെയ്യ്, യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുമല്ലേ, കുളിച്ച് നല്ല പോലെ ഒന്ന് വിശ്രമിക്കുക. ഞാൻ വൈകിട്ട് തിരിച്ചെത്തും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പയ്യന്മാരുണ്ട്, പറഞ്ഞാൽ മതി. ഓക്കെ? ചേട്ടൻ നേരത്തെ പോയി. ശാരദ കോളേജിലേക്കായിരിക്കും. വിരോധമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്, ഞാൻ പിക്കൊള്ളാം. ആ വേണ്ടെങ്കിൽ വേണ്ട. വസുമാവ, എനിക്ക് എഴുത്തുണ്ടോ? ഇല്ലല്ലോ കുഞ്ഞേ, ഇല്ല. കണ്ടോ കണ്ടോ, മുഴുവനും കണ്ടോ? നോൺ ഷോ, മാറ്റ്നി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ എല്ലാം ഒരുമിച്ചുണ്ടോ? എന്താ സ്വപ്നം? ആ പിന്നെ നമ്മുടെ ഗീതമോൾ എന്ത് പറയുന്നു? ഇതുവരെ കത്തൊന്നും വന്നില്ല. ആ തൽക്കാലം സ്വപ്നം കാണുന്ന നേരത്ത് ഞാൻ നിനക്ക് ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ജോലിയോ? പിന്നെ നീ എന്താ പിക്നിക്ക് വന്നിരിക്കുന്നു? എന്താ ജോലി? സിനിമയ്ക്ക് വേണ്ടി പോസ്റ്റർ വരയ്ക്കുക. നീ കോളേജിൽ വലിയ പെയിന്ററായിരുന്നല്ലോ, അറിയാവുന്ന പണി തന്നെ ആകട്ടെ എന്ന് കരുതി. എടോ പരമേശ്വര, എന്റെ മുതലാളിയുടെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്തോ? അതെ സാർ, ഒരു കാറിന്റെ ഇടപാടായിട്ട് തിരുവനന്തപുരത്ത് പോയിരിക്കുക. ഇന്ന് എന്തായിരുന്നാലും എത്തുമെന്ന് തോന്നുന്നില്ല. അവനെ എനിക്ക് കാണണ്ട.
ഞാൻ വന്നത് നിന്നെ കാണാനാണ്. അയ്യോ അമ്മേ, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ദയവേത് പോകൂ. അങ്ങനെ അങ്ങ് പോയാലോ? പോകാൻ ഇല്ലെങ്കിൽ ഞാൻ ഒച്ച ഉണ്ടാക്കും. വരട്ടാതെ കൊച്ചേ, ഇഷ്ടം പോലെ ഒച്ച വെച്ചു. ഈ രാജനൊരു പുല്ലുമില്ല. അയ്യോ ചേട്ടാ, ശാരദയെ മോഹനൻ തന്നെ കൊല ചെയ്തതെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 302 വകുപ്പിൻ പ്രകാരം പ്രതിക്ക് തൂക്കിക്കൊലയോ ജീവപര്യന്തം കഠിന തടവോ ശിക്ഷ നൽകാൻ കാരണമുണ്ടെങ്കിലും ഈ പാതകം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ച വികാരം കണക്കിലെടുത്ത് ചെറിയൊരു ഇളവ് നൽകിക്കൊണ്ട് പ്രതിയെ 6 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. നിനക്ക് എന്ത് പറ്റി മോനെ? 3-4 ദിവസമായല്ലോ ഈ തപസ് തുടങ്ങിയിട്ട്. ഒന്നുമില്ല. നീ ശരിക്കും ആഹാരം പോലും കഴിക്കുന്നില്ലല്ലോ. വാ മോനെ, വന്ന് വല്ലതും കഴിക്കേ. എനിക്ക് തീരെ വിശപ്പില്ല. അമ്മ കഴിച്ചോളൂ. വാ മോനെ, അമ്മയില്ലേ വിളിക്കുന്നത്? സോറി മിസ്റ്റർ രാജശേഖരൻ, നിങ്ങളെ കാണണ്ട എന്നാണ് മോഹൻ പറയുന്നത്. സർ, എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. പല കുറി വന്നെങ്കിലും ഇപ്പോഴും മോഹൻ നിങ്ങളെ കാണണ്ട എന്നാണ് പറയുന്നത്. ആ നിലയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മോഹൻ എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വെരി സോറി. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എന്താമേ? ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഓഫീസിൽ കാണുമെന്ന് പറയാം. പറയാം. ശരി, വരട്ടെ.
കന്നിവെയില് കുളിര് കുളിര് വെണ്ണിലാവ് വെയില് വെയില് എന്നുമെന്നും നീ എനിക്കൊരു കുളിര് കുളിര് നീയൊരു തേൻ കുളിര് നീയൊരു തേൻ കുളിര് കന്നിവെയില് കുളിര് കുളിര് വെണ്ണിലാവ് വെയില് വെയില് ഇരുളിൻ ചുരുൾ മുടിയുലഞ്ഞു മുകിലിൻ മൂലക്കച്ചയഴിഞ്ഞു ഉന്മാദിനിയാ ഒരുങ്ങി നിൽക്കൂ ഈ രാത്രി മനസ്സിൽ മധുവിധുരാത്രി അനുരാഗ നദിയാ വികാരവതിയാ അഴകായി ഒഴുകി വരൂ നീ ഒഴുകി ഒഴുകി വരൂ കന്നിവെയില് കുളിര് കുളിര് വെണ്ണിലാവ് വെയില് വെയില് എന്നുമെന്നും നീ എനിക്കൊരു കുളിര് കുളിര് നീയൊരു തേൻ കുളിര് നീയൊരു തേൻ കുളിര് ബാബു നീ എന്തോടെ തപസ് ചെയ്യണോ? ഓ ഒന്നുമില്ല. എടാ അവള് നിന്നെ തഴഞ്ഞിട്ടുണ്ടായിരിക്കും. പെണ്ണല്ലേ, അവളിപ്പം വേറെ ആണുങ്ങളുടെ കൂടെ വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. ഗീത ഇടക്കരി അല്ല ജോണി. പോടാ.
ഒരുപക്ഷെ നിന്റെ കത്തവൾക്ക് കെട്ടിക്കളാതിരിക്കുമോ? അങ്ങനെയാവാൻ തരമില്ല. എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. ആ, നീ അവളെയും ധ്യാനിച്ച് നടന്നോ. നിന്നെ നശിപ്പിച്ചത് ആരാണ്? പറഞ്ഞില്ലെങ്കിൽ തറവാട്ടിന്റെ മാനക്കെടുത്തില്ലേടി. നീ പറയില്ലേ നിങ്ങൾ കൊന്നോളെ പറയട്ടെ. എന്നെ തല്ലല്ലേ അമ്മേ. പറയൂ, അതാണ് നിനക്ക് നല്ലത്. പറയാനാണ് പറഞ്ഞത്. എന്റെ കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒന്നേ തള്ള അല്ലേല് കുഞ്ഞ് എന്നാ ഡോക്ടർ ഏമാൻ പറഞ്ഞത്. വിധിച്ചതേ നടക്കും. വിധി എന്റെ നേരെ ഇത്ര ക്രൂരമായി പെരുമാറി കളഞ്ഞല്ലോ. ഏതായാലും ഒരു ചതി പറ്റി. ഇനി അതേക്കുറിച്ച് നിരീക്ഷിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അവൻ പോയെങ്കിൽ അങ്ങ് പോട്ടെ. പൊന്നു തമ്പുരാനെ പോലത്തെ ഒരു കൊച്ചനെ കുഞ്ഞിന് കിട്ടും. ഈ ഭവാനിയുടെ നാക്കേ അച്ചിട്ടതാ. അല്ലെങ്കിൽ കുഞ്ഞ് കണ്ടോ? ഇതാ കാറെത്തി കുഞ്ഞെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്റെ മോളെ ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് വിധി ഉണ്ടായില്ലല്ലോ അമ്മേ. എന്റെ ജീവനെടുത്തിട്ട് ആ കുഞ്ഞിനെ തന്നാൽ മതിയായിരുന്നു. ദൈവനിശ്ചയം അതാണെങ്കിൽ ആർക്ക് തടയാൻ കഴിയും മോളെ?
എങ്കിലും ഒന്നെന്നെ വന്ന് കാണാൻ പോലും അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ. ഞാൻ അത്രയ്ക്ക് പാപിയാണോ അമ്മേ? എന്റെ ദുഃഖം ഞാൻ ആരോട് പറയും മോളെ? ഞാനിവിടെ മരിച്ച് ജീവിക്കുകയായിരുന്നു. അച്ഛന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? എന്റെ മോള് വാ, കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വാ. എല്ലാം കഴിഞ്ഞോ? ആരോടാ നിന്റെ ദേഷ്യം? കാലത്തൊരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിനക്കറിയില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിനക്ക് ഈ വർക്ക് വാങ്ങിത്തന്നത്. എന്നിട്ട് ജോണി പ്രേമിച്ചു എന്ന് പറയുന്ന ഒരു പെണ്ണിന് വേണ്ടി ജീവിതം തുലയ്ക്കുന്നവൻ മണ്ടനടാ. കഥയിലും സിനിമയിലൊക്കെ നമ്മൾ കുറെ കണ്ടു കഴിഞ്ഞു. നീ എത്ര കത്തുകൾ അയച്ചു? ഒന്നിനെങ്കിലും അവള് മറുപടി എന്നോ? പെണ്ണെന്ന് പറയുന്ന വർഗത്തെ മാത്രം വിശ്വസിക്കാൻ കൊള്ളൂല അളിയോ. അതുകൊണ്ട് നീ അവളെ അങ്ങ് മറക്ക്. ഏതായാലും നീ ഒരു ദേവദാസാകാൻ ഞാൻ സമ്മതിക്കില്ല. ബാബു, നിന്നിൽ വലിയൊരു കാര്യമുണ്ട്. അറിഞ്ഞുകൊണ്ട് നീ എന്നെ നശിപ്പിക്കരുത്. ഇത് വാങ്ങൂ പ്ലീസ്. മോനെ, തറവാട്ടുകാവിൽ അമ്പലത്തിൽ എനിക്കൊരു നേർച്ചയുണ്ട്. നിന്നെയും കുട്ടി അവിടെ ചെന്ന് ദർശനം നടത്തിക്കോളാമെന്ന്. ഇത്രേ ഉള്ളൂ? അതിനെന്താ അമ്മേ, നമുക്ക് പൊക്കലേ. എന്നാണെന്ന് വെച്ചാ നീ തന്നെ ഒരു ദിവസം നിശ്ചയിച്ചാ മതി. ശരി അമ്മേ. ആ അമ്മേ, ഇന്ന് നമ്മുടെ തൊഴിലാളികളുടെ ബോണസ് ദിവസമാണ്. ഞാൻ സ്വല്പം വൈകിയേ വരും. ശരി. ഈശ്വര,
നമുക്ക് നിന്റെ അമ്മായിയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇപ്പൊ വേണോ അമ്മേ? കാണണമെന്ന് എപ്പോഴും വിചാരിക്കും. ഇനി സമയം കിട്ടത്തില്ല. പോകാം. ശരി. ഞങ്ങള് തറവാട്ടുകാവ് അമ്പലത്തിൽ തൊഴാൻ വന്നതാ. എപ്പോഴും വിചാരിക്കും ഇവിടുന്ന് കയറിയിട്ട് പോകാമെന്ന്. കഴിയണ്ടേ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. അല്ല, ഗീത എവിടെ? ചേട്ടനെ കാണുന്നില്ലല്ലോ. അദ്ദേഹം എസ്റ്റേറ്റ് പോയിരിക്കാൻ. നാളെ വരൂ. ഗീത അകത്തുണ്ട്. ഗീതേ, ഗീതേ. മോക്ക് അവനെ മനസ്സിലായോ? രാജേട്ടനല്ലേ? നീ എന്താണ് മിണ്ടായിരിക്കുന്നത്? വലുതായതിനു ശേഷം ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. എന്ത് ചെയ്യാനാ, അവന്റെ പ്രകൃതം അങ്ങനെയൊക്കെയാ. ഈ ബന്ധുക്കളുടെ വീട്ടിൽ പോയി അവിടുന്ന് വിരുന്നുമെന്ന പരിപാടി എനിക്കത്ര താല്പര്യം. എന്നാലും ചേടാ, ഇവനാള് കേമനാണല്ലോ. ഇപ്പൊ ഇവനൊന്ന് അടങ്ങിയിരിക്കല്ലേ. ഞങ്ങൾക്ക് ഉടനെ പോണം. വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് എന്തായാലും ഞങ്ങൾ വിടില്ല. ശരിയാണ്, വളരെ നാളായി ഒന്ന് വന്നതല്ലേ. എന്നിട്ട് ഇരുന്നതേ ഉള്ളൂ. അതിനുമുമ്പ് ഇത്ര ധൃതി പിടിച്ചാലോ അമ്മായി? നീ എന്ത് പറയുന്നു മോനെ? ഞാൻ അമ്മായിയുടെ പക്ഷത്താ. അമ്പട കേമ, നീ കൂറ് മാറിയോ? ഞാൻ ബാബുവേട്ടനെ മറക്കാം, പക്ഷേ വേറൊരു വിവാഹത്തിന് എനിക്ക് കഴിയില്ലമ്മേ. നിന്റെ ഭാവിയെ ഓർത്താണ് മോനെ ഞാനിത് പറയുന്നത്. ഇനി ഒരു ആത്മവഞ്ചനയ്ക്ക് കൂടി ഞാൻ തയ്യാറല്ല. ദയവ് ചെയ്ത് അമ്മ എന്നെ ഇക്കാര്യത്തിൽ നിർബന്ധിക്കരുത്. അച്ഛനെയും അമ്മയും കണ്ണീര് കുടിപ്പിച്ചത് നിനക്ക് മതിയായില്ലേ മോളെ? അങ്ങനെ പറയരുതമ്മേ. മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെ പ്രസവിച്ച ഞാൻ ഇനി ഒരാളെ എങ്ങനെയാണ് അമ്മേ ഹൃദയം തുറന്ന് ഭർത്താവായി സ്വീകരിക്കുക? പറയൂ, അമ്മ ഒരു സ്ത്രീയല്ലേ? നീ ഇപ്പോഴും അവനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഈ നാട് വിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ നിമിഷം വരെ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും അന്വേഷിച്ചിട്ടില്ല. ഒന്നുകിൽ നിന്റെ അച്ഛനോട് അവൻ പകരം വീട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിപ്പില്ലായിരിക്കും. അങ്ങനെ ഒരുത്തരം ധ്യാനിച്ചിരിക്കുന്ന നിന്നെ വേണം പറയാൻ. നിനക്ക് ഭ്രാന്താണടി. അമ്മേ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന നീ കരുതണ്ട. അവൻ ഈ നാട് വിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ നിമിഷം വരെ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും അന്വേഷിച്ചിട്ടില്ല. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന നീ കരുതണ്ട. അമ്മേ, രാജേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണമ്മേ. പക്ഷേ ഒരു വ്യവസ്ഥയിൽ. എന്റെ എല്ലാ കഥകളും ഞാൻ രാജേട്ടനോട് തുറന്നു പറയും. എന്നിട്ടും എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നെങ്കിൽ ഞാൻ എതിർ നിൽക്കില്ല. മോളെ, രാജേട്ടൻ വന്നിട്ട് വളരെ നേരമായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഗീത അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. പ്രസാദവുമായി വരുന്നത് വരെ ഇരിക്കാമെന്ന് കരുതി. അയ്യോ, ഞാൻ പ്രസാദത്തിന്റെ കാര്യം മറന്നുപോയി. ഈശ്വരനോട് എന്താ ചോദിച്ചത്?
അല്പം ദുഃഖം കൂടി തരാൻ. ചോദിക്കുന്നതൊക്കെ തരാൻ ഈശ്വരൻ അത്രയ്ക്ക് മഠയനാണോ? ഗീതയുടെ കത്ത് കിട്ടി. എന്തും തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം. എങ്കിലും ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണ്. ഗീത എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വന്നത് ശരിയായില്ലെന്നുണ്ടോ? ഇല്ല രാജേട്ടാ, ആരെല്ലാം ദുഃഖിക്കേണ്ടി വരുന്നെന്ന് ഓർത്തു പോയതാണ്. എന്റെ കഥയറിഞ്ഞൂടെ? രാജേട്ടനെ എനിക്കിഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒരു ഭർത്താവായി സങ്കല്പിക്കാൻ ഈ നിമിഷം വരെ എനിക്ക് കഴിയുന്നില്ല. ജീവിതത്തിൽ ധാരാളം തെറ്റുകളും പാളിച്ചകളും വരുത്തിയിട്ടുള്ളവനാണ് ഞാൻ. തികച്ചും താളം തെറ്റിയൊരു ജീവിതമായിരുന്നു എന്റേത്. എങ്കിലും വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ജീവിത പങ്കാളിയായി സങ്കല്പിച്ചു പോയി. ഞാൻ ഈ വിവാഹത്തിന് ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. എന്നാൽ നിനക്ക് സമ്മതമാണെങ്കിൽ ഈ നിമിഷം നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. രാജേട്ടാ, ഹലോ. എന്താ രാജേട്ടാ? അമ്മ. ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ദുഃഖങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. മരിക്കുമ്പോൾ പോലും അരികിലുണ്ടാവാൻ എനിക്ക് കഴിയാതെ പോയി. അവരുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എത്രയും വേഗം ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുവാൻ ഞാൻ നിർബന്ധം പിടിച്ചത്. അമ്മയുടെ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാവും രാജേട്ടാ. കുട്ടിയെ തരാൻ പറ്റൂല കുഞ്ഞെ. ഭവാനിയമ്മ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ആ കുട്ടിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല. അതിനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ ഭവാനിയമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. അനാഥമായി വളരുന്നതിനേക്കാളും നല്ലതല്ലേ അതിന് അവകാശികൾ ഉണ്ടാവുന്നത്? സ്വന്തം മകളെ പോലെ ഞങ്ങൾ അവളെ വളർത്താം. എന്നെ നിർബന്ധിക്കരുത് കുഞ്ഞെ, ഞാൻ തരൂല്ല. ഒരു ദുർബല നിമിഷത്തിന്റെ തെറ്റുകൊണ്ട് വിവാഹത്തിന് മുമ്പ് അമ്മയായവളാണ് ഗീത.
എല്ലാം ഭവാനിയമ്മയ്ക്ക് അറിയാമല്ലോ. ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ വളർത്താനോ ഉള്ള ഭാഗ്യം ഇവൾക്കുണ്ടായില്ല. വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ഇവൾ ആഗ്രഹിക്കുമ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ നിസ്സഹായനാണ്. അതുകൊണ്ട് എത്ര പണം വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം. ആവശ്യമുള്ളപ്പോഴൊക്കെ അവളെ വന്ന് കാണുകയും ചെയ്യാം. തരാൻ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷേ എന്താണെങ്കിലും പറയൂ. ഗീത കുഞ്ഞ് എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. എന്താ ഭവാനിയമ്മേ, പറയൂ. അതിപ്പോ കുഞ്ഞിന്റെ അച്ഛനോട് ചോദിക്കാതെ. അച്ഛനുമായിട്ട് എന്താ ബന്ധം? ഇല്ല കുഞ്ഞെ, എന്നോടൊന്നും ചോദിക്കരുത്. ഭവാനിയമ്മ എന്തോ ഒളിക്കുകയാണ്. കാര്യം എന്താണെന്ന് പറയൂ. എന്റെ പൊന്നു കുഞ്ഞെ, അദ്ദേഹം അറിഞ്ഞ എന്നെ കൊന്നുകളയും. ഭവാനിയമ്മേ, സത്യം പറ, ഏതായി കുട്ടി? അതൊരു അനാഥ കുട്ടിയാ. അല്ല, നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾ കള്ളമാണ് പറയുന്നത്. ഞാനെല്ലാം പറയാൻ കുഞ്ഞെ. ഗീത കുഞ്ഞ് പ്രസവിച്ച കുഞ്ഞാ അത്. ഭവാനിയമ്മേ, കുട്ടി മരിച്ചെന്ന് പറഞ്ഞത് കള്ളമാണ്. കുടുംബത്തിന്റെ മാനം കാക്കാൻ അങ്ങനെ പറയണമെന്ന് എന്നെ നിർബന്ധിച്ചത് മേനോൻ സാറാ. എന്നെ വാർത്താൻ ഏൽപ്പിച്ചതും അദ്ദേഹമാണ്. മേനോൻ സാറ് കുട്ടിയെ കാണാൻ അടിക്കടി ഇവിടെ വരാറുണ്ട്. എന്റെ മോൾ എവിടെ ഭവാനിയമ്മേ? മോളെ, മോളെ. മോളെ നോക്കി, ഇതാണ് മോളുടെ മുത്തച്ഛൻ. മുത്തച്ഛ, എനിക്കറിയാലോ, ഭവാനിയമ്മയുടെ വീട്ടില് മുത്തച്ഛ എപ്പോഴും എന്നെ കാണാൻ വരും. എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും. അപ്പോ കൊച്ചുമോളെ മുത്തച്ഛൻ അറിയും. ഞാൻ തോറ്റുപോയി മക്കളെ, എന്നോട് ക്ഷമിക്കൂ. സ്നേഹത്തിന്റെ വില ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. മകൾ ഒരു പാവപ്പെട്ടവനെ സ്നേഹിച്ചപ്പോൾ കുടുംബത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവനെ അടിച്ചോടിച്ചു. ഇറ്റ്സ് ഓക്കെ, ഏതൊരച്ഛനും ചെയ്യാവുന്നതാണ്. പക്ഷേ സ്വന്തം മകൾ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവളെ വഞ്ചിച്ചത് ക്രൂരതയായി പോയി അമ്മാവ. എല്ലാം എന്റെ ദുരഭിമാനം കൊണ്ട് സംഭവിച്ചതാണ്. ഒരച്ഛനെന്ന നിലയിൽ മറ്റൊന്നും അപ്പോഴെനിക്ക് ചെയ്യാൻ തോന്നിയില്ല. ക്ഷമിക്കണം, ഞാൻ അമ്മാവനെ കുറ്റപ്പെടുത്തിയതല്ല. ഞാനത് അർഹിക്കുന്നുണ്ടല്ലോ രാജ. ഐ ഫുള്ളി ഡിസർവ് ഇറ്റ്. സാരയില്ല. ഏതായാലും ഇപ്പൊ രജനിമോളുടെ അച്ഛൻ ഞാനാണ്. അമ്മാവന് എതിർപ്പൊന്നുമില്ലല്ലോ. രാജ, നിനക്ക് ഇത്രയും വലിയൊരു ഹൃദയമുണ്ടെന്ന് ഞാൻ കരുതിയില്ല മോനി. ആർട്ട് ബ്യൂറോയുടെ ഓഫറിനെ പറ്റി നീ എന്ത് തീരുമാനിച്ചു? സ്വീകരിക്കാൻ തന്നെ. ബാറിൽ ചെന്നിരുന്ന് വരച്ചു കൊടുക്കാന്നായിരിക്കും. അല്ല, കേരളത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. അവർക്ക് ആവശ്യം പ്രകൃതി ദൃശ്യങ്ങളായ പെയിന്റിങ്സ് ആണ്. അതിന് പറ്റിയ പശ്ചാത്തലം നമ്മുടെ നാടല്ലേ. അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചോ?
ബാബു, നിന്നെ ഈ നിലയിൽ വിടുന്നതിൽ എനിക്കൊട്ടും താല്പര്യമില്ല. കാരണം നീ നിന്നെ തന്നെ മറന്ന് തികച്ചും മദ്യത്തിന്റെ അടിമയെ മാറിയിരിക്കുന്നു. മദ്യം ഇന്നെനിക്കൊരു ലഹരിയല്ല, ആവശ്യമാണ് ജോണി. നീ പോകുന്നതിന് ഞാൻ തടയുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ മറക്കരുത്, ജീവിതം ജീവിക്കാനുള്ളതാണ്, സ്വയം ഹോമിക്കാനുള്ളതല്ല. നീ അവിടെ താമസത്തിന് ബുദ്ധിമുട്ടണ്ട. എന്റെ ഒഴിഞ്ഞു കിടക്കുന്ന ബംഗ്ലാവില്ലേ, ഞാൻ അതിന്റെ താക്കോൽ തരാം. നിന്റെ ചിത്രങ്ങൾക്ക് പറ്റിയ പശ്ചാത്തലമായിരിക്കും ആ സ്ഥലം. പൊളിതെ കിട്ടുന്ന കാറ്റ് പൊളിത് മോളെ 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 എന്താ കഴിച്ചത്? വെള്ളിയാഴ്ചയാണ്. എന്നാ അത് തന്നെയാണ്. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടണല്ലോ. മോളെ അത് ആളാണോ പ്രേതാണോ? ആളാണ്. എന്നാ നമുക്ക് പോവാ. മോളെന്തൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല, അറിയുന്നില്ല. അതിന്റെ ശരിയല്ല. അത് പിടിച്ചു കളിക്കില്ല മോളെ. പോക്കോ ഇരുന്ന് കിടക്കാൻ വെച്ചാൽ മതി. മോളെ കുടിക്കണം. എടോ പെയിന്ററേ, എടോ പെയിന്റിസ്റ്റേ, എടോ പെയിന്റ് അടിക്കാതെ. ചെവിട്ടിന്റെ പൊട്ടണ വെച്ചായിരിക്കും. അല്ല, അപ്പോഴേ അപ്പൊ സാറേ ഒരു കാര്യം പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്. ഇവിടെ സാറ് അല്പം പെശകാണ്. യക്ഷിയുണ്ടെന്നാണ് കേൾവി. ഇതിനു മുമ്പ് ഒരു മാസം തേച്ചാരും ഇവിടെ താമസമില്ല. അതിനു മുമ്പ് ഒന്നും തട്ടിപ്പോയില്ല. എങ്ങോട്ടെന്നല്ലേ? യമപുരിക്ക്. അതാണ് എന്റെ ലക്ഷ്യം. ഇതൊക്കെന്താ വട്ടുണ്ടോ? ഈ കുഞ്ഞ് ഇത് നമ്മുടെ രാജമുലാലിന്റെ മകളാണ്. ഞാനവിടുത്തെ കുക്കറാണ്. പട്ടാളത്തിലും ഞാൻ സ്പെഷ്യൽ കുക്കറായിരുന്നു. എല്ലാരും എന്നെ പട്ടാളപ്പൂന്നാ വിളിക്ക. ഇപ്പൊ ചിലരൊക്കെ എന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഏഷ്യാടപ്പൂ. അങ്ങോട്ട് വിളിച്ചോട്ടല്ലേ. മോളുടെ പേരെന്താ? പേര് പറഞ്ഞുകൊടു. വിളഞ്ഞ സാധന. സാറേ ഇത് ഫോർജിനാ? ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന കാലത്ത് ഇതിന് സ്ഥിരടി. സാറേ വേറെ ക്ലാസ് ഇല്ലേ? മോൾ ഏത് ക്ലാസ്സിലെ? സാറേ ഞാൻ ചോദിക്കുന്ന സാറിന് മിസ്സിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവരുത്. സാറിന്റെ നാട് എവിടെയാ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് നാടും വീടൊന്നുമില്ല. അപ്പൊ സാറും ഞാൻ ഏകദേശം ഒന്ന് തന്നെ. ഗ്ലാസ് മീറ്റ് സാറിനെ കണ്ടതിൽ വലിയ താല്പര്യം ഉണ്ട്. ഐ ലവ് യു സാറേ. സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നല്ല സ്വഭാവമാണ്. നല്ല മുഖത്ത് നല്ലത് ഐശ്വര്യം. സാറേ ഇവിടെ തൊട്ടുകൂട്ടാൻ കറി അറിയുന്നില്ല. ഇത് ഉച്ചയ്ക്ക് അതിനെ കൊണ്ട്. അപ്പൊ പോട്ടെ സാർ, ഞാൻ പകരം കഴിക്കാറില്ല. അല്ല വേണ്ട. വാ മോളെ. എന്താ അങ്കിൾ ഇങ്ങനെ നോക്കുന്നേ? വെറുതെ നോക്കിയത്. മോളുടെ പട്ടാളമാവനോടെ? പട്ടാളമാവൻ കിച്ചണില്ല. ഞാൻ ഒളിച്ചു വന്നതാ. രജനി മോൾക്ക് പടങ്ങൾ ഇഷ്ടപ്പെട്ടോ? ഓ നല്ല പടങ്ങളാ. ഇതെന്റെ അമ്മയെ പോലെ ഇരിക്കുന്നല്ലോ. അങ്കിൾ എന്റെ അമ്മയെ അറിയോ? ഇല്ലെന്ന് മോളെ. അമ്മയെ കാണാൻ നല്ല ചന്തമ്മ. അങ്കിളിന്റെ അച്ഛനും അമ്മയും ആരില്ലേ? ആരുമില്ല. കഷ്ടം. എന്ന അങ്കിളിന് ഞാനുണ്ട്. ഞാൻ വലുതാകുമ്പോ കഞ്ഞിക്കറിയൊക്കെ വെച്ച് തരാം.
അയ്യോ എന്റെ പൊന്നു മോളെ, ഈ അണ്ടർഗ്രൗണ്ട് പണി ഈ അപ്പുവിനോട് വേണ്ടില്ലേ? അപ്പു ശരിക്കും ഓടിയ മട്ടുണ്ടല്ലോ. ഓടി മട്ടുണ്ടല്ലോ. എന്തൊരു ഓട്ടമാണ് കൊച്ചമ്മനെ ഓടിച്ച്. അവിടെ നിന്ന് ഓടിയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ബ്രേക്ക് ഇട്ട്. പട്ടാളത്തിൽ പെരലിലാണ് ഞാൻ ഇങ്ങനെ ഓടിയില്ല സാറേ. അപ്പൊ ഞാൻ പോട്ടെ സാറേ. തലപ്പ് ഫോർച്യൂണേറ്റി ഒന്നും ഇല്ലല്ലേ? അങ്ങനെ ഓടല്ലേ ഓടല്ലേ. മോൾ എവിടെയായിരുന്നു? ഞാൻ ദത്തനങ്കിലെ വീട്ടിലായിരുന്നു അമ്മേ. ദത്തനങ്കിളോ? അതേന്ന് ദത്തനങ്കൈ എല്ലപ്പെട്ടല്ലമ്മാവാ. എന്റെ പൊന്നു കൊച്ചമ്മ, എനിക്കൊരു അബദ്ധം പറ്റി. നമ്മുടെ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ടല്ലോ, അവിടെ ഇപ്പൊ ആള് താമസമില്ലല്ലോ, പ്രേത വീടാണെന്നാണല്ലോ വെപ്പ്. ഒരു ദിവസം ഞാൻ അതിലെ പോകുമ്പോ അവിടുന്ന് ഒരാൾ ചിരിച്ചപ്പോ ഞാനും ചിരിച്ചു. പ്രേതം എന്താന്ന് എനിക്കറിയില്ല, എനിക്ക് പട്ടാളത്ത് കിട്ടിയ ധൈര്യം ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ അവിടെ കയറി ചെയ്യുന്നു. അടുത്ത് പെരുമാറി നോക്കുമ്പോ പ്രേതല്ല, മനുഷ്യനാണ്. എന്താ മോളെ പേര്? രത്തനോ പോത്തനോ ഡെന്റിസ്റ്റ് അങ്ങനെ എന്തോണം, പാട്ടുകാരനോ പടമെടുപ്പുകാരനോ പടം വരപ്പുകാരനോ എന്തോണം. അതിപ്പോ എന്റെ ഗ്രഹപ്പഴേ. ഞാൻ എല്ലാ സമയത്ത് മോള് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാറ് തുടങ്ങി. എന്റെ തലവിധി ഒറ്റയൊക്കെയെന്നല്ലേ. മോളിനി തനിച്ചവിടെ പോകരുത്. ഞാൻ പോകും, എനിക്ക് ദത്തനങ്ങളെ വലിയ ഇഷ്ടാ. ആ ഞാൻ പറഞ്ഞില്ല കൊച്ചമ്മേ, രജനി കുഞ്ഞും ആ ദത്തനും തമ്മിൽ വലിയ ചംചമാണെന്ന്. അപ്പൊ അടുക്കളയിലേക്ക് ചെല്ല്. വാ മോളെ. കുട്ടികൾക്കായി എനിക്ക് വയ്യാത്ത, പുക ശ്വസിക്കാൻ വയ്യ. വീട്ടിൽ നിന്നും അമ്മയുടെ കത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. വാസുമാവൻ തീരെ കിടപ്പിലാണ്. ഒന്ന് എന്നോട് ചെന്ന് കാണണമെന്ന്. പിന്നെ രജനിമോളെ കാണാൻ അമ്മയ്ക്ക് കൊതിയാവുന്നത്രേ. ചെറുമോളെ മാത്രം കാണാനാണോ അതോ സ്വന്തം മോളെ കൂടി കാണാനോ? നമുക്കൊന്ന് അവിടം വരെ പോയാലെന്താ? ഈ ആഴ്ച മുഴുവൻ ഞാൻ വളരെ ബിസിയാണ്. നീയും രജനിമോളും കൂടെ പൊയ്ക്കോളൂ. അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് പോകാം. പിന്നൊരു കാര്യം, അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞാലേ എന്റെ കാര്യം അതാളത്തിലാവും. വാസുമാവ, കുഞ്ഞോ കുറവുണ്ടോ വാസുമാവ? സാരമില്ല, കിടന്നോളൂ. എനിക്ക് അധികം നാളുകളില്ല കുഞ്ഞ്. അങ്ങനെ പറയരുത്. അത്രയ്ക്കുള്ള രോഗമൊന്നും വാസുമാവനില്ലല്ലോ. കുഞ്ഞിന് സുഖം തന്നെയല്ലേ? അതെ. കുഞ്ഞിനെ ഈശ്വരൻ രക്ഷിച്ചു. കുഞ്ഞെ, ദൈവമേ, ബാബുവിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ കുഞ്ഞെ? ബാബുവിനെയും കുഞ്ഞിനെയും ഞാൻ ഒത്തിരി ദ്രോഹിച്ചു. കുഞ്ഞെന്നോട് പൊറുക്കണം. അതിന് വാസുമാവൻ ഞങ്ങളോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ചെയ്തു കുഞ്ഞെ, ചെയ്തു. കുഞ്ഞ് വലിയൊരിടത്ത് ചെന്ന് ചേരണമെന്നായിരുന്നു വാസുവിന്റെ ആഗ്രഹം. അതുകൊണ്ടാ ആ ബാബുവുമായിട്ടുള്ള കൂട്ടുകെട്ട് കുഞ്ഞിന് നല്ലതല്ലെന്ന് ഉപദേശിച്ചത്. അപ്പോൾ ഡ്രൈവറുടെ ജോലി നോക്കിയാൽ മതിയെന്ന് കുഞ്ഞ് പറഞ്ഞില്ലേ? അത് വാസുവിന് സഹിച്ചില്ല. ആ വൈരാഗ്യത്തിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു. ബാബുവിനെ തല്ലിച്ചു.
അവൻ നാട് വിട്ടതും ഈ പാത കാരണമാണ് കുഞ്ഞിന്. മദ്രാസിൽ നിന്ന് കുഞ്ഞിന് അവൻ കത്തുകൾ അയച്ചിരുന്നു. അത് കുഞ്ഞിന് തരാതെ ഒളിച്ചു വെച്ചതും ഈ ദ്രോഹിയാണ് കുഞ്ഞ്. ആ പെട്ടിയിൽ അവൻ അയച്ച എല്ലാ കത്തുകളും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഈ സത്യം കുഞ്ഞിനോട് തുറന്നു പറഞ്ഞിട്ട് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിന്ന് സാധിച്ചു. നായിക നീ നായിക നീ ഒരു സ്വപ്ന നാടക നായിക നീ കഥയറിയാതെ കളമറിയാതെ വേഷമണിഞ്ഞൊരു നായിക നീ നായിക നീ നായിക നീ യവനിക വീഴും മുമ്പേ അഭിനയം തീരും മുമ്പേ യവനിക വീഴും മുമ്പേ അഭിനയം തീരും മുമ്പേ അരങ്ങിലെ നായകൻ എങ്ങോ മറഞ്ഞു വിരഹവിലോലയായി നീ കരഞ്ഞു നായിക നീ നായിക നീ ജനകന്റെ പുത്രിക്കും കണ്ണീര് കണ്ണന്റെ പുത്രിക്കും കണ്ണീര് ജനകന്റെ പുത്രിക്കും കണ്ണീര് കണ്ണന്റെ പുത്രിക്കും കണ്ണീര് താരമ്പൻ വന്നാലും കണ്ണീര് പിന്നെ താരാട്ടുപാട്ടിലും കണ്ണീര് നായിക നീ നായിക നീ കടലിൻ ദുഃഖമൊരു നീർത്തുള്ളി കരയുടെ ദുഃഖമൊരു മൺതരി സ്ത്രീ തൻ ദുഃഖമൊരലയാഴി എന്നും തീരങ്ങളില്ലാത്ത അലയാഴി നായിക നീ
തന്നതാ. നിന്റെ ദത്തനങ്ങൾ വലിയ ചിത്രകാരനാണല്ലോ. അമ്മയുടെ പടവും അങ്കിൾ വരച്ചിട്ടുണ്ട് അമ്മേ. അമ്മയുടെ പടമോ? ആ, അതിൽ അമ്മയെ കാണാൻ എന്ത് ചന്തമാ. അത് മറ്റാരുടെങ്കിലും പടമായിരിക്കും. മോൾക്ക് അങ്ങനെ തോന്നിയതാ? അല്ല അമ്മേ, അമ്മയുടെ പടം തന്നെയാ. അമ്മയുടെ മുടി, ചുവന്ന സാരി, തലയിലെ റോസാപ്പൂ ഒക്കെ ഉണ്ട്. പാവം ദത്തനങ്ങൾ, അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ആരും ഇല്ല. അങ്കിൾ എപ്പോഴും കുടിക്കുന്നേ. എന്തിനാ അമ്മ ഇങ്ങനെ കുടിക്കുന്നേ? കുടിച്ചാൽ ചത്തുപോകൂലേ? മോൾ അങ്കിളിനോട് പറയണം ഇനി കുടിക്കരുതെന്ന്. ശരി അമ്മേ, ഞാൻ പറയാം. എന്നെ വലിയ ഇഷ്ടാ, എനിക്കും ഇഷ്ടാ. ആരാ അപ്പൊ രജനിയുടെ ഈ ദത്തനങ്ങൾ? അത് വലിയൊരു ലവ് സ്റ്റോറിയാണ് കൊച്ചമ്മേ. അയാൾ ആരാണെന്നോ എവിടുന്ന് വന്നോ ആർക്കും അറിയില്ല. നാട് ഏതാന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം എന്റെ നാടാണ്. വീട് ഏതാന്ന് ചോദിച്ചപ്പോൾ ആകാശത്തിന് താഴെയുള്ള എല്ലാം വീടാണ്. എന്ത് ചെയ്യാനാ, അയാൾ ഏതൊരു പെണ്ണ് ചതിച്ചതാണ്. ആ, ചെറുപ്പം മുതലേ ആ പെണ്ണും അയാളും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പെണ്ണിന് കല്യാണപ്രായപ്പോ വീട്ടുകാരവളെ വേറെ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അയാളുടെ കൂടെ പൊടിയും തട്ടി കയ്യും വീശി മാർച്ച് ചെയ്ത് അവൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. അന്ന് തുടങ്ങിയാണ് കൊച്ചമ്മ ഈ കുടി. ഇന്ന് വരെ നിർത്തിയില്ല. കുടിന്ന് വെച്ചാൽ എന്താ, കാപ്പിയും ചായയൊന്നല്ല, ബ്രാൻഡിക്കുടി. ആ, ഈ കണക്കിൽ പോയാൽ ഇനി അധികം നാൾ ഉണ്ടാവില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ പെണ്ണിനല്ലാതെ തട്ടാളും വന്നാൽ പോലും ഇനി അയാളെ രക്ഷിക്കാൻ കഴിയില്ല. അതിന് അവളുണ്ട് ഇനി അയാളെ രക്ഷിക്കാൻ പോലും. കൊച്ചമ്മയ്ക്ക് എന്താ കഥ കേട്ടപ്പോ മനസ്സിനൊരു വിഷമം. ഇതേ 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 ഗീതേ, ഗീത ഈ ലോകത്തൊന്നുമല്ലെന്ന് തോന്നുന്നല്ലോ. ഏയ് ഒന്നുമില്ല, ഞാൻ കാപ്പി കൊണ്ടുവരട്ടെ? ഇപ്പൊ വേണ്ട. ഗീതേ, പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഈയിടെയായി നിന്നിൽ ചില മാറ്റങ്ങൾ കാണും. എനിക്കോ? ഒന്നുമില്ല രാജേട്ടാ. ഈ മാറ്റം എന്നു മുതലാണെന്നും എനിക്കറിയാം. രാജേട്ടൻ ഉദ്ദേശിക്കുന്നത്? നീ ഉദ്ദേശിക്കുന്നത് തന്നെ. ഞാൻ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. രജനിമോളുടെ കാര്യമാണോ? അതെ, അത് തന്നെ. രജനിയെ നിനക്ക് കിട്ടിയ അന്ന് മുതൽ നീ എനിക്ക് നഷ്ടപ്പെട്ടു. ഇല്ല രാജേട്ടാ, ഇല്ല. ഭർത്താവ് എന്നത് നിന്റെ മുന്നിൽ ഇന്ന് വെറും ഒരു വിലയില്ലാത്ത സങ്കല്പം മാത്രം. രാജേട്ടാ, നിന്റെ മനസ്സിന് ഭരിക്കുന്നത് അവനാണ്, നിന്റെ പഴയ കാമുകൻ. സകലനും മറന്ന് അവന്റെ പ്രേതത്തിന്റെ പുറകെ അലയുന്ന നീ ഒരു സ്ത്രീയല്ല, യക്ഷിയാണ്. രാജേട്ടാ, ഇല്ല ഇല്ല, എന്റെ ബാബുട്ട് മരിച്ചിട്ടില്ല. അദ്ദേഹം മരിച്ചിട്ടില്ല. എന്റെ മരണം വരെ അദ്ദേഹം ജീവിക്കും. മതിയായി രാജേട്ടാ, എന്തിനു നിർത്തുന്നു? ഇനിയും തല്ലു, തല്ലിക്കൊല്ലു, എന്നാലേ എനിക്ക് തൃപ്തിയാവൂ. ഒരു ഭാര്യ ഒരിക്കലും ഭർത്താവിനോട് പറയാൻ പാടില്ലാത്തത് എനിക്ക് പറയേണ്ടി വന്നു. എല്ലാം മറക്കാൻ ശ്രമിച്ചവളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ കഴിയുന്നില്ല. അദ്ദേഹം എന്റെ രജനിമോളുടെ അച്ഛനാണ് രാജേട്ടാ.
അപ്പോ എടാ അപ്പോ, ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. 1-2 ദിവസം കഴിഞ്ഞേ വരൂ. അച്ഛാ, എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവരണേ. അമ്മ അമ്മേ, അതാ ദത്തനങ്ങളുടെ വീട്. അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരട്ടമ്മേ. നേരെ ഇരുട്ടാറായി. മോൾക്ക് നാളെ വന്ന് കാണാം. എനിക്ക് അങ്കിളിനെ കാണണം. എന്റെ പൊന്നു മോളല്ലേ, അമ്മ പറയുന്നത് കേൾക്കൂ. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണോ. അമ്മയും കൂടെ വാ, അമ്മയ്ക്കും കാണാലോ. മോള് പോയിട്ട് വാ, അമ്മ ഇവിടെ നിന്നോളാം. മോളെ പെട്ടെന്ന് വരണേ. ഓൾ അങ്കിളിനോട് പിണങ്ങി. വലിയ പിണക്കമാണോ ചെറിയ പിണക്കമാണോ? ഓൾ അങ്കിളിനോട് പിണങ്ങിയ അങ്കിൾ ഇവിടുന്ന് പോകും. അങ്കിൾ എന്തിനാ കുടിക്കുന്നേ? എല്ലാം മറക്ക, മറന്നു നടന്നു ഒന്നുമല്ലാതായി തീരും. ഇനി അങ്ങിൾ കുടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വർക്കേ ഇല്ല. ഇല്ല മോളെ, ഇല്ല. അങ്കിൾക്ക് അറിയാണോ? ഇല്ല മോളെ, ഇല്ല. ആ, രജനി മോള് തനിച്ചാണോ വന്നത്? അമ്മ പുറത്ത് കാത്തു നിൽക്കുക. അങ്കിൾ വാ, അമ്മയെ കാണിച്ചു തരാ. വരൂ അങ്കിൾ. അമ്മേ, അന്ന് തുടങ്ങിയാണ് കൊച്ചമ്മ ഈ കുടി, ഇന്ന് വരെ നിർത്തിയില്ല. കുടിന്ന് വെച്ചാൽ എന്താ, കാപ്പിയും ചായയൊന്നല്ല, ബ്രാൻഡി കുടി. ആ ഈ കണക്കിൽ പോയാ ഇനി അധികം നാൾ ഉണ്ടാവില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ പെണ്ണിനല്ലാതെ തട്ടാളും വന്നാൽ പോലും ഇനി ആളെ രക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്തിന്? ഈ ജീവിതം ഇങ്ങനെ സ്വയം നശിപ്പിക്കരുതെന്ന് യാചിക്കാൻ. വളരെ നന്ദി. നീ ഇവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. നിന്റെ ശ്വാസത്തിൽ പോലും വഞ്ചനയുടെ ഗന്ധമുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എല്ലാവരുടെ മുമ്പിലും ഞാൻ തെറ്റുകാരിയാണ്. ജയിച്ചവർ തോറ്റവരോട് പറയാറുള്ള ഭംഗിവാക്ക്. പോകൂ, ആ മനുഷ്യനെങ്കിലും വഞ്ചിക്കാതിരിക്കൂ. ഞാൻ നാടുവിടാൻ കാത്തിരുന്നു, പുതിയ മേച്ച സ്ഥലം തേടിയിറങ്ങി. നീ അറിഞ്ഞുകൊണ്ടെന്റെ ജീവൻ തകർക്കുകയായിരുന്നു. ഇല്ല ബാബട്ട, ഇല്ല. നിന്റെ അടങ്ങാത്ത മാംസദാഹത്തിന്റെ ഒരു ഇര മാത്രമായിരുന്നു ഞാൻ. എല്ലാം പറഞ്ഞു തീർന്നു. എങ്കിൽ
ഞാൻ പറയുന്നത് കൂടി അങ്ങ് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ മതിയാകൂ. ബാബുട്ടിനയച്ച് ഒരെഴുത്ത് പോലും എനിക്ക് കിട്ടിയില്ല. എല്ലാം വാസുമാന്റെ ചതിയായിരുന്നു. ഒന്ന് കാണാൻ, ഒരു വിവരമെങ്കിലും അറിയാൻ ഞാൻ കാത്തിരുന്നു. ബാബുട്ടൻ പോകുന്നതിന്റെ തലേ രാത്രി ഓർക്കുന്നില്ലേ? ഇതാണ് നടന്നത് ബാബുട്ട. ഞാൻ ധരിച്ചിരുന്നു തെറ്റായിരുന്നു ഗീത. എന്നോട് ക്ഷമിക്കും. ബാബുട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊരു അപേക്ഷയുള്ളൂ. ഈ മദ്യപാനം ഒന്ന് അവസാനിപ്പിക്കൂ. ഒരു പുതിയ ജീവിതം കണ്ടെത്തൂ. അത് കണ്ടെങ്കിലും എനിക്ക് തൃപ്തിയടാമല്ലോ. നമ്മുടെ രജനിമോൾ രാജേട്ടന്റെ കൈകളിൽ സുരക്ഷിതയാണ്. അവൾക്കും അദ്ദേഹത്തെ ജീവനാണ്. ജീവിത സമാധാനമായി പോകും. നിന്റെ ശാന്തമായ കുടുംബജീവിതത്തിൽ ഞാൻ ഒരിക്കലും കല്ലെറിയാൻ നിൽക്കില്ല. എനിക്ക് തൃപ്തിയായി. ഞാൻ പോകുന്നു ബാബുട്ട. ഗീത ഉറങ്ങിയില്ലേ? നീ എന്തിനു കരയുന്നു? കരയാൻ മാത്രം ജനിച്ചവളല്ല ഞാൻ. ബാബുവിനെ കാണാൻ ഞാൻ അവിടെ പോകരുതായിരുന്നു എന്നെനിക്ക് അഭിപ്രായമില്ല. ഞാൻ കാരണം ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി. മറിച്ച് മറ്റൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു. എന്നും ഞാൻ തനിച്ചായിരുന്നു. ജീവിതത്തിലും ഈ വിശാലമായ ഭൂമിയിൽ എനിക്കുണ്ടെന്ന് കരുതിയതെല്ലാം വെറും നിഴലുകൾ മാത്രം. തോറ്റുപോയി ഗീതേ, ഞാൻ തോറ്റുപോയി. ഇല്ല, എന്റെ രാജ്യത്തെ തോറ്റിട്ടില്ല. നിനക്കെന്നോട് സ്നേഹമില്ലെന്ന് പറയാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. പക്ഷേ നിനക്കിന്ന് നിന്റെ ശരീരം മാത്രമേ എനിക്ക് നൽകാൻ കഴിയുള്ളൂ. അല്ല, എന്റെ മനസ്സും ശരീരവും ഇന്ന് രാജേട്ടൻ്റെത് മാത്രമാണ്. നിനക്ക് നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ ആവശ്യമാണ്. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതിലപ്പുറമല്ല നിന്റെ ചിന്തയും. എന്റെ രജനിമോൾക്ക് അവളുടെ അച്ഛനെ കിട്ടുന്നതിൽ മറ്റാരെക്കാളും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. നീ ബാബുവിനെ സ്വീകരിക്കൂ. രജനിമോൾക്ക് അമ്മയെ പോലെ തന്നെ അവളുടെ അച്ഛനെയും ആവശ്യമാണ്. ഒരിക്കലുമല്ല, എന്റെ രജനിമോളുടെ അച്ഛൻ രാജേട്ടനാണ്. സമാധാനമായി പോയി കിടന്നുറങ്ങൂ ഗീതേ. പോയി ഉറങ്ങൂ ഗീതേ. എനിക്കല്പം ഏകാന്തത ആവശ്യമാണ്.
നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? നിന്നെ കാണാൻ പല പ്രാവശ്യം ഞാൻ ജയിലിൽ വന്നു. പക്ഷെ ഒരിക്കൽ പോലും നീ എന്നെ കാണാൻ കൂട്ടാക്കിയില്ല. നിന്നെ കാണുന്നത് എന്റെയും നിന്റെയും അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മോഹൻ, തെറ്റുപറ്റി പോയി മോഹൻ. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. മോഹൻ, 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 ഞാൻ പറയുന്നത് കേൾക്കും.